നാളുവരെ അവർക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് സമരത്തിൽ വരാനോ ആക്ഷേപം ഉന്നയിക്കാനോ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ ഒരു പ്രതിപക്ഷ അംഗം പോലും എഴുതി നിന്ന് എനിക്ക് വിയോജിപ്പുണ്ട്, ഇന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പറഞ്ഞിട്ടുണ്ടോ? 166 പാവങ്ങൾക്ക് ലൈഫ് വീട് കൊടുത്തു കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിൽ. അതിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്. നമുക്കറിയാം ഈ വികസനം വരാൻ പാടില്ല. അനത്തിന്റെ വാതിലുകളിലും അതിന്റെ നേതൃത്വത്തിലും പോയി അവരുടെ കാല് പിടിച്ചുകൊണ്ട് 66 വീടുകൾക്ക് സോളാറിന്റെ പദ്ധതി കൊണ്ടുവന്നു. 66 ലൈഫ് വീടുകാർക്ക് 400 രൂപ വെച്ച് സോളാർ പദ്ധതി പ്രകാരം അവർക്ക് കൊടുക്കുകയാണ്. ഇതാണോ ഇവിടുത്തെ അഴിമതി എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. എത്ര പദ്ധതികളാണ് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഇവിടെ പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമായോ രേഖയുടെ അടിസ്ഥാനമില്ലാതെയോ ചുമ്മാ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ പറയുകയാണ്. ഏതെങ്കിലും ഒരു അടിസ്ഥാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് തെളിയിച്ചാൽ പൊതുപ്രവർത്തന രംഗത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വമാണ് കൊല്ലയിൽ പഞ്ചായത്തിലെ LDFന്റെ മുഴുവൻ സഖാക്കളും നേതാക്കളും. പട്ടിണി പാവങ്ങൾ ഇന്ന് വരെ ഒരു വാർഡ് മെമ്പർ പോലും ആകാത്ത എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഹൃദയത്തോട് സ്നേഹിക്കുന്ന 1000 സഖാക്കളുടെ ചോരയും നീരും കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ പഞ്ചായത്ത് 50 വർഷം കൊണ്ട് M സത്യനേശ്വരം കൊല്ലയി കൃഷ്ണനും നേതൃത്വം കൊടുത്ത പൊടിയനും മാർക്കോസ് ആശാനും കുഞ്ഞൻ സഖാവും ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത ഈ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ നിലനിൽക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എവിടെയാണ് അഴിമതി? പറയുന്നില്ല. MCF എന്ന് പറയുന്നു. ഇവിടെ ഇതാ ഒരു കല്യാണ മണ്ഡപം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള CK ഹരീന്ദ്രൻ MLA വികസന നായകന. ഈ നാടിന്റെ ഏതൊരാൾക്കും അറിയാം. ഞാനിതാ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള റോഡ് എങ്ങനെയാണ് കിടന്നത്? ഈ നാടിന്റെ മഞ്ചഭാഗം റോഡ് എങ്ങനെയാണ് ഇരുന്നത്? ഈ നാടിന്റെ ഉൾ റോഡുകൾ എങ്ങനെയായിരുന്നു? ITI ഇന്റർനാഷണൽ ITI ആക്കിയത് അദ്ദേഹമല്ലേ? സ്കൂളുകൾ ഇങ്ങനെ ആക്കിയത് അദ്ദേഹമല്ലേ? ഈ നാട് മുഴുവനും വികസനം കൊണ്ടുവന്നതിന് ഒരൊറ്റ പേരേ ഉള്ളൂ. ആ പേരാണ് സഖാവ് CK ഹരീന്ദ്രൻ. അദ്ദേഹമാണ് ഇവിടെ ഒരു കല്യാണ മണ്ഡപം കൊണ്ടുവന്നത്. എന്തിനാ കൊണ്ടുവന്നത്? കല്യാണ മണ്ഡപം ഈ താണുള്ള സഖാവ് പറഞ്ഞതുപോലെ 20,000 രൂപയ്ക്ക് താഴെ പാവപ്പെട്ടവന് കല്യാണം നടത്താൻ ഉപയോഗിക്കാനാണ് ഈ മണ്ഡപം. ഒരു ദിവസമാണെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെ. നിങ്ങൾ നോക്കൂ, മണിവളയിൽ പോയാൽ ഇന്റർനാഷണൽ അവിടെ ഒരു കൺവെൻഷൻ സെന്റർ 3.5 ലക്ഷം രൂപയാണ്. അങ്ങ് പുതിയ നഗരെ പോയാൽ ഒരു കല്യാണം നടത്തണമെങ്കിൽ 1,85,000 രൂപയാണ്. അപ്പോഴാണ് കൊല്ലയിലെ സാധാരണ 25,000 ജനങ്ങളുടെ ആ ജനങ്ങൾക്ക് വേണ്ടി MLA ഫണ്ട് കൊണ്ടുവന്നത്. അവിടെയാണ് MCFന്റെ ഒരു പഴയ കെട്ടിടം ഇരിക്കുന്നത്. അതിനെ മാറ്റിയാണ് നമ്മൾ ഏതൊന്നാകാണിയിൽ ഒരു കെട്ടിടം വയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നത്. ഇവർ പറയുന്നത് കേട്ടാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിങ്ങനെ അവതരിപ്പിക്കുന്നു, വസ്തു വാങ്ങുന്നു, നേരെ കാശ് വാങ്ങി. ഇവിടെ ഒരു സെക്രട്ടറി ഇല്ല, ഇവിടെ ഒരു അധികാരികളില്ല, ഇതിനെ മേൽനോട്ടം നടത്താൻ ആരുമില്ല. പ്രസിഡന്റ് ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് കോൺഗ്രസ് നിങ്ങൾ ധരിച്ചത്. ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്തുമെല്ലാം അത് നടക്കും. പക്ഷെ കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ ഒരു ഭരണഘടനയുണ്ട്, പഞ്ചായത്ത് രാജ് ആക്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഏൽപ്പിച്ചാൽ ഭംഗിയായി നടപ്പിലാക്കുക മാത്രമാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റിന്റെയും അതിന്റെ വികസന കമ്മിറ്റിയും മറ്റു ഇതര ക്ഷേമവും അതുപോലെ ഫിനാൻസും ആരോഗ്യത്തിന്റെയും കടമ. ഞാൻ മാത്രമല്ല, 4 മന്ത്രിമാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിന് ഒരു മന്ത്രിസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് സന്ധ്യയാണ്. വേറൊരു വികസനത്തിന്റെ ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെയുള്ള വികസനങ്ങൾ കൊണ്ടുവന്ന സീനിയർ ആയിട്ടുള്ള G. ബൈജുവാണ്. ക്ഷേമകാര്യം ICDS ഉൾപ്പെടെ അംഗൻവാടികൾ ഉൾപ്പെടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് CPIയുടെ കരുത്തുള്ള നേതൃത്വം കൊടുക്കുന്ന അനിലയാണ്. ആരോഗ്യവും വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഷൈൻഷാമാണ്. ഇങ്ങനെയാണ് ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പഞ്ചായത്തിൽ ഷാജികുമാർ സാർ ഇരുന്ന് ജോലി സാറിലെത്തി നിൽക്കുമ്പോ പാഴ് വസ്തുക്കളിൽ നിന്ന് 33 ഹരിത കർമ്മസേന അംഗങ്ങൾ ആ സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാ മാസവും ഇവിടെ ഒരു ചന്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസം ഒരിക്കൽ സ്വാപ്പ് ഷോപ്പ് നടത്തുന്നു. പഴയ സാധനങ്ങൾ വാങ്ങി പുനരുപയോഗിക്കാൻ എടുക്കാൻ കഴിയും. ഇവിടെ കോൺഗ്രസും BJP മറികടക്കുന്നത് ഈ 33 ഹരിത കർമ്മസേന അംഗങ്ങളെയാണ്.
എന്തുകൊണ്ടാണ് ഇവർക്കൊരു കെട്ടിടം വരാൻ പാടില്ല? അവർ തെരുവോരത്തിൽ ഇങ്ങനെ നിന്നുകൊള്ളണം. നിങ്ങൾ നോക്കൂ, വൃത്തി എന്നൊരു കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. നമ്മുടെ ഹരിതകർമ്മസേനാംഗത്തിന്റെ നേതൃത്വങ്ങൾ MP രാജേഷ് മന്ത്രിയിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങി. എന്തിനാ അവാർഡ്? ഇന്ത്യയിൽ ആദ്യമായി, കേരളത്തിൽ ആദ്യമായി പാഴ് വസ്തുക്കളിൽ നിന്ന് 51 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പഞ്ചായത്തിന്റെ പേരാണ് കോൺഗ്രസ് കൊല്ലയിൽ പഞ്ചായത്ത്. 51 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പഞ്ചായത്തിന്റെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത്. അതിന് കിട്ടിയ അവാർഡും കൊണ്ട് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും റൂമിൽ എന്ത് സന്തോഷമായിട്ടാണ് അതിന്റെ ഹരിതകർമ്മസേനാംഗങ്ങൾ കൊണ്ടുവന്ന് 2 അവാർഡ് വെച്ചിരിക്കുന്നത്. അവാർഡ് വെറുതെ വന്നതാണോ? ഞങ്ങളുടെ നയമാണത്. പഞ്ചായത്തിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നയം ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നു. ജില്ലാ കളക്ടർ പറഞ്ഞു, പ്രസിഡന്റ് DPC മെമ്പറായ ബിനുസഖാവ് ഇരിക്കുകയാണ് ആ കാര്യങ്ങൾ അന്ന് കളക്ടർ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്രയും ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കൂട്ടായിട്ടുള്ള നേതൃത്വമുണ്ട്. ആ നേതൃത്വം ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എങ്കിൽ നല്ലൊരു ടേക്ക് ബ്രേക്ക് ചെയ്യും. കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരാൾക്ക് പൊതുയിടത്തിൽ പോകാൻ സ്ഥലമില്ല. അങ്ങനെയാണ് കൊച്ചാമന്മാരുടെ ഒരു ടേക്ക് ബ്രേക്ക് വന്നത്. അത് ജില്ലാ കളക്ടറിന്റെ നിർദ്ദേശമാണ്. 75 ലക്ഷം രൂപ ഡോർമെട്രി ഉൾപ്പെടെ. അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ സംരംഭം എത്ര സംരംഭമാണ്? ഹരിതകർമ്മസേനാംഗങ്ങളിൽ 6 ഗ്രൂപ്പുകളായി ചേർന്നാണ് 51 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അവർ വീട്ടില ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഓഡിറ്റോറിയത്തിലാണ്. അത് പോലെ അങ്ങനെയാണെങ്കിൽ 2 കോടി രൂപ നിങ്ങൾക്ക് തരുന്നു. ഇന്ത്യയിൽ മാതൃകയായി, കേരളത്തിൽ മാതൃകയായി അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്, അതിനെ സ്റ്റോർ ചെയ്യുന്ന യൂണിറ്റ്, മറ്റു സംവിധാനങ്ങൾ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും സൗജന്യമായി വന്ന് ട്രെയിനിങ് സെന്റർ, ഇവിടെ വന്ന് ട്രെയിനിങ് ചെയ്യാനുള്ള സെന്റർ, അതാണ് MCF. ഇത് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. കോൺഗ്രസിനും BJPക്കും നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അറിയേണ്ടത് നിങ്ങൾ. എന്താ അഴിമതി? എവിടെ അഴിമതി? ഇങ്ങനെ മൊത്തം പറഞ്ഞു പ്രചരിപ്പിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, മഞ്ജുളാകം അംഗൻവാടി, അവിടെ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധി അവിടെ അംഗൻവാടിക്ക് വേണ്ടി 1 സെന്റ് സ്ഥലം വാങ്ങി. എന്റെ BJPയുടെ നേതാക്കന്മാർ ഇവിടെ വന്ന് പറഞ്ഞില്ല, മഞ്ജുളാകത്തിൽ അവിടുത്തെ അംഗൻവാടിക്ക് വേണ്ടി മെമ്പർ നേതൃത്വം കൊടുത്ത് സ്ഥലം വാങ്ങി. അതിൽ അഴിമതിയുണ്ട്. എത്ര രൂപയ്ക്ക് ആ സ്ഥലം വാങ്ങി? നിങ്ങൾ നോക്ക്, ഏതൊണ്ടാങ്കണിയിലോട്ട് താഴോട്ട് പോകുമ്പോൾ ഒന്ന് വലത്തോട്ട് തിരിഞ്ഞ് നോക്കണം. ചെറുതാക്കുളത്തിനടുത്ത് സബ് സെന്ററിന്റെ പണി നടക്കുകയാണ്. ഞാനും മകേശും പാർട്ടി സെക്രട്ടറി സഖാവ് A. വിജയനും ബ്ലോക്ക് പ്രസിഡന്റ് താണുള്ള സഖാവുമാർ അവിടത്തെ ആളിനെ കാണുകയും 3 സെന്റ് സൗജന്യമായി തന്നു. ആ വസ്തുവിന്റെ ഉടമ അവിടെ ഇതാ 1.25 സെന്റ് പൊതുസ്ഥലമുണ്ട്. അതിനെ തിരിച്ചു പിടിച്ച് 5 സെന്റിൽ ആ പിന്നോക്കം വീഴാൻ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സബ് സെന്റർ ചെയ്യുന്നു. അതാണ് അഴിമതി നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ നോക്കും, പുതുശ്ശേരി മടന്മാർക്ക് അവിടെ അംഗൻവാടിക്ക് വേണ്ടി 3 സെന്റ് സ്ഥലം കണ്ടെത്തി അംഗൻവാടി പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതാണോ വികസന ചെയർമാൻ ബൈജു മെമ്പർ ചെയ്ത അഴിമതി? ഓരോ അഴിമതിയും നിങ്ങൾ തുറന്നു കാട്ടി പറയൂ. ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളോട്. MGNRGSുമായി ബന്ധപ്പെട്ട് അവാർഡ് ലഭിച്ച പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. എന്തുകൊണ്ടാണ് MGNRGSന് അവാർഡ് കിട്ടുന്നത്? അത് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടാണ്. നമ്മുടെ എല്ലാ ജനപ്രതിനിധികളുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. അതുപോലെ പഞ്ചായത്തിന്റെ സേവനങ്ങൾ, ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസ് മാറ്റം വന്നപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പെൻഷൻ ഇവിടെ അപേക്ഷ കൊടുത്താൽ എത്ര ദിവസമാണ് താമസിക്കുന്നത്? ഉടനെ കൊടുക്കുകയും ഏതെങ്കിലും ഒരു സേവനത്തിന് ഇവിടെ തടസ്സമുണ്ടോ? ഞങ്ങളുടെ ജനപ്രതിനിധികൾ മുഴുവനും ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയം മാറ്റിവെച്ച് പൂർണ്ണമായി നിങ്ങളെ സഹായിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ഒരു സ്ഥലത്ത് എന്തോ അപാകത വന്നു, അഴിമതി വന്നു. എത്രയും അഴിമതി? പണ്ടിട്ടത് 1 ലക്ഷം രൂപയുള്ളൂ. അവിടെ എന്താ അഴിമതി? ഞങ്ങളുടെ ഭരണസമിതി വരുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ ഇരിപ്പിടം ഉണ്ടായിരുന്നോ? എല്ലാം വേർതിരിച്ച് നിങ്ങളെ ഇരിപ്പിടമുണ്ടാക്കി. നിങ്ങൾക്ക് ഈ കാണുമ്പോ നിങ്ങൾ ഈ ചെയ്യുന്നത് അഴിമതി എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾ പറയാനായിട്ടുള്ളത്? അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ സഖാക്കൾ പറഞ്ഞു. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ളവരെ,
ഞാനൊരു തുറന്ന പുസ്തകമാണ്. എനിക്ക് ഈ പഞ്ചായത്തിനോ ഒരു ചില്ലിക്കാശെടുത്ത് ജീവിക്കേണ്ട ഒരു ഔദാര്യവുമില്ല. കാരണം എന്റെ അച്ഛന്റെ പേര് എ നവകുമാരൻ. അദ്ദേഹം എങ്ങനെ ജീവിച്ചു, അദ്ദേഹത്തിന്റെ സാമ്പത്തികം എന്ത്, എന്റെ അമ്മ, എന്റെ കുടുംബം എന്താണെന്ന് ഒന്ന് തിരക്കിയാൽ നല്ലത്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്കുള്ള സമ്പത്തിന്റെ വിവരവും കണക്കും നിങ്ങൾക്ക് തരാം. കണ്ടും മുണ്ടും നിറഞ്ഞവര് ഇതൊന്നും ഒരു കൂസലുമില്ല. നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞങ്ങളെ വിലയിരുത്തുന്നത് തെറ്റായിട്ടാണ്. നിങ്ങൾ എന്റെ വീട് കയറി സംഘപരിവാരങ്ങളോട് ഞാൻ പറയുന്നു, വാഹനം കത്തിച്ചു, ഭയപ്പെടുത്താൻ ശ്രമിച്ചു, സംഘടനാ പ്രവർത്തനത്തിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ പിന്നോട്ട് പോയോ ഭാരതീയ ജനതാ പാർട്ടി? നിങ്ങൾ എന്റെ 2 പ്രാവശ്യം വാഹനം പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഞങ്ങളെന്റെ ഭയപ്പെട്ട് പുറകോട്ട് പോയോ ഭാരതീയ ജനതാ പാർട്ടി? നിങ്ങൾ എന്റെ വീട്ടിൽ റീത്ത് വെച്ചു, എന്റെ വീട്ടുകാരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. എന്റെ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ഭയപ്പെട്ടു പോയോ? എന്റെ 2000